രാമപുരം എന്നുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. ഇവിടെ തന്നെയാണ് പഠിച്ചതും. ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ മുതലൊക്കെ കോൺവെൻറ്റ് എഡ്യൂക്കേഷനായിരുന്നു. ജനിച്ചു വളർന്നത് ഇവിടെ തന്നെയാണ്. ഇവിടെ മീൻസ് എൻ്റെ നാട്ടിൽ തിരൂർ. ഞാൻ ടീച്ചിങ് പ്രൊഫഷനിൽ വന്നതും തികച്ചും യാദൃച്ഛികമായിട്ടാണ്. എൻ്റെ കൂടെ പഠിച്ചവരൊന്നും വിചാരിച്ചിട്ടില്ല ഞാനൊരു സാധാരണ സ്കൂൾ ടീച്ചറാവുന്നുള്ളത്. പക്ഷേ എനിക്ക് ആ ജോലി ഇഷ്ടമായിരുന്നു. ഞാൻ അതിൽ വളരെയധികം സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് എഗെയിൻ ഒരു കാര്യം വരുന്നത് ജീവിതത്തിൽ. അത് ബിസിനസ് രംഗത്തേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ തുടങ്ങിയ സമയത്ത് ഞാൻ ഒരിക്കലും എൻ്റെ ജോലി ഉപേക്ഷിച്ചിട്ട് ഇത് ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. ജോലിയുടെ കൂടെ പാർട്ട് ടൈമായിട്ട് ചെയ്യാം, അങ്ങനെ തന്നെയാണ് ചെയ്ത് തുടങ്ങിയതും. നാട്ടിൽ തയ്യലിങ്ങിന് പോകുന്നതിൻ്റെ ടൈലറിംഗ് മേഖലയിൽ പോകുന്നതിൻ്റെ കാരണം 2011 പിന്നെ ഹസ്ബൻഡ് മരിക്കുകയാണ്. 2 years കഴിഞ്ഞ് ഞാൻ +2 കഴിഞ്ഞപ്പോഴാണ് ബ്രദർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. എൻ്റെ മൈൻഡിൽ 4 ദിവസം കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പോകാനുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഇവനിഞ്ഞ് കാലോ കയ്യോ എന്ത് ബാൻഡേജൊക്കെ കെട്ടിയിട്ടായിരിക്കുമോ എന്നൊക്കെയാണ്. പിന്നെ ആക്സിഡൻറ്റ് ആയതാണല്ലോ, എന്താ എങ്ങനെ പറ്റുക. അപ്പം ഞാൻ പറഞ്ഞു അവനോട്, നീ ഒന്ന് ഫോൺ ജസ്മാനജി ഒന്ന് ഫോൺ ഷാൻ്റെ അടുത്ത് കൊടുത്താ എന്ന് പറഞ്ഞു. പക്ഷേ ജസ്മാൻ ഫോൺ കൊടുത്തില്ല. അപ്പം എനിക്ക് എന്ത് ചെയ്ത് വിഷമായി. ചെമ്മാട് ഹോസ്പിറ്റലിൽ ആ മതിൽ ഞാൻ ഇരുടത്ത് കാണുന്ന സമയത്ത് അപ്പം വെച്ചിങ്ങോട്ട് ഇവർ പറഞ്ഞ് കോഴിക്കോട് കൊണ്ടുപോയിരിക്കണേ എന്നുള്ളത്. അപ്പോൾ ഇവർ ഇന്നെന്താണ് കോഴിക്കോടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള പ്ലാനല്ല. ഇവർ ഇന്നെങ്ങോട്ടാണ് കോഴിക്കോട് കൊണ്ടുപോയിരിക്കണേ എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്, ഞാൻ വണ്ടിയിലുണ്ടായത് കാരണം ഇവർക്കിത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൽ കൂടെ കേൾക്കുന്നതൊക്കെ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ ഇവരെന്നോട് പറയുന്നില്ല. തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് ചെമ്മാട് ഇങ്ങോട്ട് തിരിച്ച് വരുന്ന സമയത്ത് എൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുവരേണ്ടത്. എൻ്റെ മകൻ്റെ ബൈക്ക് ഞാൻ കാണുക. ഞാൻ എൻ്റെ മകനോട് ചോദിച്ചു, കാക്കാൻ്റെ ബൈക്കല്ല അത് എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ആ ബൈക്ക് കണ്ടപ്പോഴും ഒന്നുമില്ല, അത് മതിലിനോട് ചാരി വെച്ചിരിക്കുകയാണ്. അപ്പോഴും ഒന്നുമില്ല. അപ്പോൾ അവിടുന്ന് ഇറങ്ങി ഇവിടെ തന്നെ വെച്ചിട്ട് എൻ്റെ ബൈക്കിന് കാറിലത്തെ പെട്രോളും തീർന്നിരിക്കണം. വേറെ ആളാണ് ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്നത്, കാരണം ഇന്ന് അതെനിക്കൊന്നും ഇവരാക്കിയിട്ടില്ല. അവിടെ ഞാൻ ഒരു വട്ടത്തിലൊരിത് കാണുമ്പോഴും ഞാൻ വിചാരിച്ചില്ല കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളത്. പിന്നെ എൻ്റെ വീട്ടിലേക്കുള്ള പിന്നെ എൻ്റെ കോഴിക്കോട് കൊണ്ടുപോകും. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ എത്തിയിരിക്കണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഇന്നെ നിങ്ങൾ കോഴിക്കോടേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ ഇന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്താ, എനിക്കെൻ്റെ കുട്ടീനെ കാണാൻ എനിക്ക് സമാധാനം കിട്ടില്ല, നിങ്ങൾ ഉറക്കം കിട്ടില്ല, എന്നെ നിങ്ങൾ കോഴിക്കോട് കൊണ്ടുപോയി. അല്ല അവനെ ഒന്നുമില്ല, അവനെ ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ പാടത്തേക്ക് എത്തിയപ്പോൾ 2 സൈഡിലും വണ്ടികൾ, ആളുകൾ ഇങ്ങനെ കുറിച്ച് പറയുന്നത്. എൻ്റെ കുട്ടീൻ്റെ ഇതൊക്കെ കൂടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, പക്ഷേ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ, എന്താ ഇവിടെ ഇത്രയും ആളുകൾ ഇങ്ങനെ കൂടുന്നത്. അപ്പോൾ എൻ്റെ സമ്മതിലൊക്കെ തെറ്റുന്നുണ്ട്, ഞാൻ അതിൻ്റെ അടിയിൽ ഞാൻ നിലവിളിയും കൂടുന്നുണ്ട്. അപ്പോൾ ഇവരാരും ഒന്നും മിണ്ടുന്നില്ല. ഈ പാടത്തേക്കുണ്ട് എത്തിയ ആ പീടിൻ്റെ അവിടെ എത്തിയപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു, അല്ലാതാ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ഇല്ല അളിയാൻ പോയടത്തേക്ക് പോയിരിക്കണം. അവിടെ പിന്നെ ഞാൻ കരയണില്ല, പിന്നെ ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാൻ സ്റ്റക്കായി നിന്നിട്ട് പിന്നെ അവരിന്നങ്ങോട്ട് കൊണ്ടുവരണം റൂമിലേക്ക് കയറ്റി. പിന്നെ എനിക്കൊന്നും അറിയില്ല, എൻ്റെ മൈൻഡ് തെറ്റി. പിന്നെ പിറ്റേ ദിവസം എൻ്റെ മകനെ ഗ്ലാസ് വെച്ചിട്ടാണ് കാണുന്നത്. എനിക്ക് ഭയങ്കര സങ്കടം. ബ്രദറിൻ്റെ ലോസും കൂടി ആയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ആ രണ്ടും കൂടി നികത്താൻ നമ്മൾ ഫാമിലി മൊത്തത്തിൽ ഡൗൺ ആയിപ്പോയി. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ വീണ്ടും താളം തെറ്റില്ല. വീണ്ടും ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം, ഫീസ് അടക്കണം, കുട്ടികൾ ടൈലറിംഗ് കടയിൽ കയറി 9 മണിക്ക് പോകണം, വൈകിട്ട് 5 മണി വരെ ഇരിക്കണം, നല്ല ഹാർഡ് വർക്കാണ്. ഒരു ചുരിദാർ അടിച്ചാൽ 40 രൂപയാണ് ഞാൻ കയറിയ സമയത്ത്. ഞാൻ ഇറങ്ങാറായപ്പോഴത്തേന് അത് എത്രയായെന്ന് പറഞ്ഞിട്ട് 80 രൂപയിലേക്ക് എത്തി. എനിക്കൊരു 200-250 രൂപ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ ഒരു 4 എണ്ണെങ്കിലും അടിക്കണം. അതിന് ഞാൻ തിരിയാനും അറിയാനും എനിക്ക് പറ്റില്ല. ജോലി നമുക്ക് എപ്പോഴും താൽക്കാലികമാണ്. ജോലി എന്നുള്ളൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും താൽക്കാലികമായിട്ടുള്ളതാണ്. തൽക്കാലത്തിനുള്ള, അതായത് ദിവസത്തേക്കുള്ള അന്നത്തിന് മാത്രമേ ഇത് ഉപകരിക്കുള്ളൂ. എൻ്റെ ഫാമിലിയിൽ നിന്ന് എല്ലാ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. ഹസ്ബൻഡാണെങ്കിലും മക്കളാണെങ്കിലും എന്നും എനിക്കിഷ്ടമുള്ളത് ചെയ്യാനുള്ള ഒരു ഫ്രീഡം എന്നും എൻ്റെ ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ മൂത്ത മോളാണ്. 2 ബ്രദേഴ്സാണ് എനിക്കുള്ളത്. എൻ്റെ അച്ഛനും അമ്മയും തന്നെ എന്നെ വളർത്തിയിട്ടുള്ളത് ആ ഒരു രീതിയിലാണ്. പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കരിയർ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ തീരുമാനങ്ങളും സെൽഫായിട്ട് എടുക്കാനുള്ള ഒരു ഫ്രീഡം എനിക്ക് എൻ്റെ വീട്ടിൽ ആദ്യം മുതലേ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇതുവരെ എല്ലാ തരത്തിലും എനിക്ക് ആ ഒരു ഫ്രീഡം കിട്ടിയിരുന്നു. അപ്പോൾ എൻ്റെ മക്കളും അത് കണ്ടിട്ട് തന്നെ വളർന്നിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫാമിലിയിൽ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് നമ്മളെ മക്കളും വളരുന്നത്. എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് തന്ന ഫ്രീഡം കണ്ടിട്ടാണ് ഞാൻ എൻ്റെ മക്കൾക്കും അതുപോലെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ മോള് ഡാൻസർ ആവാൻ വേണ്ടിയിട്ട് അവൾ +2 കഴിഞ്ഞ സമയത്ത് നല്ല ഹൈ മാർക്കോടുകൂടി പാസ്സായ ആളാണ്. എല്ലാവരും എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് ഡാൻസ്?
പ്രൊഫഷണലായിട്ട്. അന്ന് ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു നിനക്കതാണ് ഇഷ്ടമെങ്കിൽ നീ തിരഞ്ഞെടുക്കണം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. അതേ സ്വാതന്ത്ര്യം എനിക്ക് തിരിച്ചും കിട്ടുന്നുണ്ട്. എൻ്റെ മോളോട് എനിക്ക് പേടിച്ചിട്ട് ഇനി പഠിക്കണ്ട എന്ന് പറഞ്ഞു പോയി. കാരണം ഈ പഠനത്തിനാണല്ലോ ഞാൻ ഇത്രയും എഫേർട്ട് കുട്ടികളെ എടുക്കുന്നത്. അപ്പം പേടിച്ചിട്ട് ഇനി വേണ്ട, എനിക്ക് ജീവിതം തന്നെ വേണ്ട എന്നുള്ള ആ ഒരു രീതിയിലേക്ക് ഞാൻ എത്തിയിരുന്നു. അതിൻ്റെ ഇടയിൽ വീണ്ടും ഞാൻ മൈൻഡ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്, കാരണം ഇവരെല്ലാവരും പോവുക, എനിക്ക് ഒറ്റപ്പെടുക, അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ കാണുന്നേ. ആക്ച്വലി ഇൻഡസ്ട്രിവ എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് എന്താണെന്ന് പഠിക്കാനൊന്നും തയ്യാറായിരുന്നില്ല. കാരണം നമ്മുടെ ഫാമിലിയിൽ തന്നെ ചില ആളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ ചെയ്ത് നന്നായി വരുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഞാനിത് ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. തീർത്തും യാദൃച്ഛികമായിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇന്ന് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആയിട്ടുള്ള രാമോഹൻ സാറിൻ്റെ റിലേറ്റീവാണ്. അദ്ദേഹമാണ് ഈ ഒരു ഐപ്പൾസ് എന്നുള്ള പ്രൊഡക്റ്റാണ് എന്നോട് ആദ്യമായിട്ട് സംസാരിച്ചത്. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. നല്ല പ്രൊഡക്റ്റാണ് അത്രയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കേൾക്കാൻ തയ്യാറായി. ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് വന്നിട്ട് എനിക്കൊരു മുട്ടിനൊരു വേദനയും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്നോട് പറഞ്ഞു പലർക്കും ഇത് കഴിച്ചിട്ട് ജോയിൻറ്റ് പെയിനൊക്കെ നല്ല മാറ്റം വരുന്നുണ്ട് അത്രേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് എന്നോട് സംസാരിച്ചത്. എന്തായാലും ഇതിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് ഞാനും ഹസ്ബൻഡും കൂടി അങ്ങനെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഈ കമ്പനി കുറിച്ച് കറക്റ്റായിട്ട് എന്താണെന്ന് അറിയാൻ പറ്റിയത്. ആദ്യത്തിൽ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട് എന്നുള്ളതും ഇത്രയും ഉൽപ്പന്നങ്ങൾ അതൊക്കെ മനസ്സിലാക്കാൻ അന്ന് ഐപ്പൾസ് ഐക്കോഫി എന്നുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നു. അന്ന് അതൊക്കെ പരിചയപ്പെടുത്തി തന്നു. SLC എനിക്കില്ലാത്ത കാരണം കൊണ്ട് ഇതിൻ്റെ ഇടയിൽ വിധവ പെൻഷനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ തുല്യത എഴുതിയിട്ട് ഞാൻ SLC സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. അപ്പോൾ 2 സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലായി. എന്നിട്ട് ഞാൻ MESൽ കയറണ്ട എന്നുള്ള രീതിയിൽ, കാരണം MESൽ ഞാനിപ്പോൾ ടൈലറിങ് കടയിൽ കയറിയപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഞാനറിയാം. MESൽ എൻ്റെ കുട്ടികളുടെ സ്കൂളായത് കാരണം കൊണ്ട് എനിക്കറിയാം അവിടെ ചെന്നാൽ ബാക്കിയുള്ളവരതൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ ഇനി ഞാൻ ചെന്നാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളത്, നന്നായിട്ട് പണിയുണ്ടെങ്കിലും കാര്യമായിട്ട് വരുമാനമൊന്നും കിട്ടില്ല എന്നുള്ളതൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും വേണ്ടില്ല, ടീച്ചർമാരായിട്ടൊക്കെ കൂടുമ്പോൾ ക്ലിയർ ആയെങ്കിലെന്ന് വിചാരിച്ചിട്ട് കയറണ്ടെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് യാദൃശികമായി ഉനയ് സാറ് എന്നൊരു ഭയങ്കര സംഭവമാണ്. ഉനയ് സാറ് മകനെ തിരഞ്ഞു വരുന്നത്. മകൻ ഈ അവസരം കേട്ടിട്ട് എന്ത് ചെയ്തതായിരുന്നു, അവൻ്റെ സ്നേഹിതന്മാരത് ഇതിൽ ജോയിൻ ചെയ്തതായിരുന്നു. അപ്പോൾ അവനത് എന്ത് ചെയ്ത് തുടർച്ചയായിട്ട് ചെറിയ പ്രായമായിരുന്നു അവനത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ തിരഞ്ഞിട്ട് എന്ത് ചെയ്തതാണ് ഉനയ് സാർ വന്നത്. അപ്പോഴാണ് എന്നെയായിട്ട് സംസാരിക്കാനുള്ള അവസരം വരുന്നത്. അപ്പോൾ എന്നോട് പറയാം, എൻ്റെ അവസരങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ എന്നെ ഉനയ് സാർ എന്ത് ചെയ്യണേ, അവിടെ നിൽക്കുന്നതിന് പകരം നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കും, അവിടെ കിട്ടുന്നതിന് പകരം ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ നിങ്ങൾക്ക് 500 രൂപ കിട്ടും, 2 പ്രൊഡക്റ്റ് വിറ്റാൽ 1000 രൂപ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ മറിക്കൽ തുടങ്ങി. ഈ പ്ലാൻ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരൽ തുടങ്ങി. അപ്പോൾ ഈ പ്ലാൻ ഒരുപാട് പേജ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരിക്ക് ഇത് വേഗം തീരണം, ഇതൊന്നും എൻ്റെ മൈൻഡിൽ കയറില്ല. പക്ഷേ ഉനയ് സാർ പറഞ്ഞ ഒരൊറ്റ പോയിൻ്റ്, ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ 500. ഞാനിവിടെ വർക്ക് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു 200 250 കിട്ടിയാൽ മതി എന്നുള്ള ആ ഒരു ലാഘവത്തെ. അങ്ങനെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു, എനിക്കറിയാത്തൊരു മേഖലയാണ്, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല, വാട്സപ്പ് ഉപയോഗിക്കാൻ അറിയില്ല, വീഡിയോ കോൾ ചെയ്തിട്ടുള്ള ശീലമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ ശരിയാവും, അതൊക്കെ നിങ്ങൾ കൂടെ നിന്നാൽ മതി, ഞാനുണ്ട് നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു, അനുസരിക്കാൻ ഞാൻ റെഡിയാണ്, പറഞ്ഞത് കേൾക്കാനും ഞാൻ റെഡിയാണ്, പക്ഷേ എനിക്കറിയില്ല, പറഞ്ഞു തന്നാൽ ചെയ്യാം എന്ന് മാത്രമേ ഞാൻ ഉനയ് സാറിനോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഉനയ് സാറാണ് ആ സമയത്ത് കൈപിടിച്ചിട്ട് എന്ത് ചെയ്യണത്. അത് ഭയങ്കര സംഭവമാണ്. അത് തന്നെയല്ല, എൻ്റെ മരിച്ച മകന് ഏകദേശം ഉനയ് സാറുമായിട്ട് ഒരേ പ്രായമാണ് വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് ബോഡി കൊണ്ടും ഫേസ് കൊണ്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ ഒരു രീതി. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഉനയ് സാറിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അന്നിപ്പോൾ സാറ് എന്നൊന്നും ഞാൻ എൻ്റെ മൈൻഡിൽ ഉനയ് പേരൊന്നും എനിക്ക് അത്ര കിട്ടില്ല. പക്ഷെ അങ്ങനെ വന്നപ്പോഴാണ് ഞാനത് ഏറ്റെടുത്തത്. ഉനയ് സാറ് തന്ന ആ ഒരു വാഗ്ദാനം, അല്ലാതെ ബിസിനസ്സിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ കമ്പനി എന്താണെന്നോ അല്ലെങ്കിൽ ലീഗൽ വശങ്ങൾ, അതിൻ്റെ മോറൽ വശങ്ങൾ, അതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങൾ, ഇതൊന്നും എനിക്ക് അറിഞ്ഞിട്ട് വന്ന ഒരാളല്ല. 500 പ്രതീക്ഷിച്ച് വന്ന ഒരാളാണ്. പക്ഷേ ഇന്നിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രൗഡായിട്ട് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, വീക്കിലി ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ 500 കിട്ടും, 2 പ്രൊഡക്റ്റ് വിറ്റാൽ 1000 കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് വീക്കിലി ഞാൻ 65,000 75,000 മേടിച്ച വീക്കുണ്ട്. ഇന്ന് ഞാൻ പ്രൗഡാണ്.
പ്രൗഡോട് കൂടിയിട്ട് ഇന്ന് 2000 ആളുകളുണ്ട് എന്നുണ്ടെങ്കിലും ഞാൻ പ്രൗഡോട് കൂടിയിട്ട് സംസാരിക്കും. കാരണം ഇന്ന് വന്നിട്ട് ഞാൻ ഏകദേശം 4 വർഷം കഴിഞ്ഞ് 5ാമത്തെ വർഷത്തിലോട്ട് കടന്നിരിക്കുകയാണ്. ഏകദേശം 31 ലക്ഷത്തിൻ്റെ മേലെ ഏൺ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 500 പ്രതീക്ഷിച്ച ഞാൻ ഒരു വീട്ടമ്മ ഒരു വിവരവും ഒരു അറിവും ഇല്ലയും കണ്ട് ഞാൻ ഇതിൽ കറക്റ്റ് ലീഡേഴ്സ് എന്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ വിജയിച്ച ആളുകൾ എന്താണോ ചെയ്തത് അത് കോപ്പി അടിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്കിന്ന് ഇതിൽ ഈ രീതിയിൽ മാറാൻ പറ്റിയത്. ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ പാരൻസ് ഉള്ള ടൈമിൽ ഫാദേഴ്സ് ഉള്ള ഫാമിലിയിൽ പോലും മക്കളെ പെൺകുട്ടികളെ എസ്പെഷ്യലി പെൺകുട്ടികളെ പഠിപ്പിക്കാനൊന്നും ആരും ഇത്രയും റിസ്ക് എടുക്കാറില്ല. ഉപ്പ ഇല്ലാഞ്ഞിട്ട് പോലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ ഒരു നിലയിൽ എത്തിച്ചത്. അതും എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് അവരെ പഠിപ്പിക്കുന്നതിന് പകരം എന്നെ ഡോക്ടറാക്കി. ഞാൻ ഡെൻറ്റിസ്റ്റാണ്, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യാണ്. സോ അതുകൊണ്ട് തന്നെ ഉമ്മാൻ്റെ അടുത്ത് ഫോറെവർ ഗ്രേറ്റ്ഫുൾ ആണ്. ഉമ്മ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. സാധാരണ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പ്രത്യേകിച്ച് ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു പഠിപ്പിക്കാതിരിക്കാൻ, എന്നിട്ട് പോലും ഉമ്മ പഠിപ്പിച്ചു. മോളിപ്പോൾ ഡെൻ്റൽ ഡോക്ടറാണ്. മോനിപ്പോൾ എമിറേറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഡെനാട്ടോ എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം മക്കളെല്ലാം അവരുടെ ഒറ്റക്കാലിൽ നിൽക്കാനുള്ള, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും സേഫാണ്, എന്നെ നോക്കാനുള്ള ഇതിലേക്ക് അവരെത്തിയിരിക്കണം. ഒരുപാട് നേട്ടങ്ങൾ ഇതിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായിട്ടുണ്ട്. കിട്ടിയതെല്ലാം ലാഭങ്ങളാണ്. ഇപ്പോൾ സാധാരണ പ്രൈമറി സ്കൂൾ ടീച്ചറായിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു 4 വീലറൊന്നും ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. കാരണം വീടിൻ്റെ അടുത്താണ് സ്കൂള്. 4 വീലറിൻ്റെ ആവശ്യമില്ല, അത് എടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷേ ഈ ബിസിനസ്സിൽ വന്നപ്പോഴാണ് ഈ ലോകം എത്ര വലുതാണ്, ഇവിടെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പഠിഞ്ഞത്. അതൊക്കെ പഠിച്ചെടുത്ത സമയത്ത് ആദ്യം 4 വീലർ ഒരു ബ്രാൻഡ് ന്യൂ കിയ സോണറ്റാണ് വാങ്ങിച്ചത്. അത് വാങ്ങിച്ചൊരു 2 വർഷം ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തു. ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തു. അങ്ങനെ പോയപ്പോഴാണ് ഇപ്പോൾ ഈവിടെ കാലഘട്ടമാണല്ലോ, എക്കണോമിക്കാണ്, ചിലവില്ല. ഇപ്പോൾ എനിക്കാണെങ്കിൽ അടുത്തൊക്കെ വർക്കിനൊക്കെ പോകാനൊക്കെ സൗകര്യമാണ്. അങ്ങനെ ഒരു ടാറ്റ പഞ്ചും ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇപ്പോൾ അത് ഡ്രൈവ് ചെയ്തിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ മാറ്റങ്ങളും എനിക്ക് പ്ലസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ പ്ലസ് മാത്രം തരുന്ന ഒരു കാര്യം വിട്ടുപോകേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ ഇത് ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞല്ലോ, അടുത്തത് സഫേറാണ്. ഇപ്പോൾ കമ്പനി വീണ്ടും സ്ത്രീകൾക്ക് വേണ്ടി മലേഷ്യൻ കോൺടെസ്റ്റ് ഒന്നും കൂടെ റിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. പുതിയ ഓഫർ വന്നിട്ടുണ്ട്. അച്ചീവ് ചെയ്യണം. മലേഷ്യയിലാണ് അടുത്ത ടൗൺ ഹാൾ പ്രോഗ്രാം. അപ്പോൾ അതിൽ പങ്കെടുക്കണം. അത് കഴിഞ്ഞാൽ സഫേർ കഴിഞ്ഞാൽ അടുത്ത എക്സിക്യൂട്ടീവ് ഡയമണ്ടാണ്. അവിടെയും നമ്മളെ വരുമാനം നിൽക്കുന്നില്ല. നമുക്കിതിന്ന് എന്തൊക്കെ നേടാൻ പറ്റുമോ അതൊക്കെ നേടിയെടുക്കണം എന്നുള്ള ശക്തമായ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആക്ച്വലി ഈ ഇൻഡസ്വിവ കമ്പനിയെക്കുറിച്ച് ഞാൻ സീരിയസ് ആയിട്ടൊന്ന് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത് കമ്പനിയുടെ ഒരു സിംഗപ്പൂർ ട്രിപ്പ്, സിംഗപ്പൂർ സ്റ്റാർ ക്രൂയിസ് ഒരു കോൺടെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് അത് എനിക്ക് യാത്രകൾ വളരെ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് അങ്ങനെയാണ് സത്യത്തിൽ ഞാൻ ഈ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അന്നും എനിക്ക് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയെക്കുറിച്ചോ ഒന്നും കാര്യമായിട്ട് അറിഞ്ഞുകൊണ്ടൊന്നുമല്ല. കാരണം നമ്മളെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല പ്രൊഫഷനായിട്ട് ഈ അടുത്ത കാലത്താണ് കുറച്ച് പേരെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതിന് ഇൻഡസ്ട്രി ഒരു കാരണമായിട്ടുണ്ടെന്ന് വളരെ സന്തോഷമുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഒന്നും ചെറുപ്പത്തിലൊന്നും ഒരിക്കലും അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ് ഇല്ല. ഇൻ്റർനാഷണൽ ട്രിപ്പ് തായ്ലൻഡ് പോയിരിക്കണേ, മക്കളേറ്റ് പോയി, ഞാൻ മോളെയും കൂട്ടിയിട്ട് പോയി. ഞാൻ അതും വലിയൊരു അനുഭവം തന്നെയാണ്. കാരണം സാധാരണ ഞാൻ ഒരിക്കലും എൻ്റെ മക്കളെ കൊണ്ടുപോകാൻ പാസ്പോർട്ട് ഇതൊന്നും എടുത്തുകൊണ്ട് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ പോസിബിളായ കാര്യമല്ലല്ലോ. പക്ഷെ അതും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ വന്നതോട് കൂടിയിട്ട് അത് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മക്കളായിട്ട് പോയില്ലേ, ഇപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവരെ ലക്ഷ്യത്തിലോട്ട് എത്തിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഇപ്പം എന്നെ കേൾക്കുന്ന പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇൻഡസ്ട്രി നിങ്ങൾ മുമ്പിൽ വെച്ചിട്ടുള്ളത്. ഈ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചൊന്ന് പഠിക്കാൻ തയ്യാറാവും. ഇപ്പോൾ 29 കൊല്ലത്തെ സർവീസ് എനിക്കുണ്ടെന്ന് പറഞ്ഞാലും അവിടുന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ഒരിക്കലും എന്നെ ഈ ബിസിനസ്സിൽ സഹായിച്ചിട്ടില്ല. വൈബ്രന്റ് വിവ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നിട്ടുള്ള, എൻ്റെ അപ്പലീഡേറ്റേഴ്സ് തന്നിട്ടുള്ള നിർദ്ദേശങ്ങളാണ് എന്നെ ഇതിൽ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പഠിക്കുക. ഇതൊരു പുതിയ ഒരു അവസരമാണ്, അടുത്തൊരു തലമുറയ്ക്ക് നമുക്ക് കൈമാറാൻ പറ്റുന്ന അവസരമാണ്. അത് മനസ്സിലാക്കി ഒന്ന് പഠിക്കാൻ തയ്യാറാവുക. അതിനുവേണ്ട എല്ലാ തരത്തിലുള്ള സഹായം, ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിലും എല്ലാം കമ്പനി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെൽ സെറ്റാണ്. ഇനി നമ്മളൊന്നൊന്ന് പഠിക്കാൻ തയ്യാറായാൽ മാത്രം മതി, കൂടെ നിൽക്കാൻ തയ്യാറായാൽ മാത്രം മതി, മാറി ചിന്തിക്കാൻ തയ്യാറാകും. കാരണം മാറാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ. പഴയതൊന്നും മോശമാണെന്ന് ഞാൻ പറയില്ല. പഴയ സംസ്കാരവും പഴയ നന്മയും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പുതുമയെ എപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നു
അപ്പോഴാണ് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ഞാൻ തയ്യാറായപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഇനി വരുന്നൊരു തലമുറയ്ക്കും അങ്ങനെ വരണമെങ്കിൽ നിങ്ങളെ ഇന്നലെ വരെ പഠിപ്പിച്ച കാര്യങ്ങൾ അവിടെ വെച്ചോളൂ, അത് കളയണമെന്ന് ഞാൻ പറയുന്നില്ല. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പുതുമയിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതിനേക്കാളും ഒരു 100 ഇരട്ടി മാറ്റങ്ങൾ പുതിയ തലമുറയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കും. കാരണം നിങ്ങളൊരു പുതിയ ഏജിലുള്ള ആളുകളാണ്, പുതിയ കാലഘട്ടത്തിലുള്ള ആളുകളാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും, പഠിക്കാൻ പറ്റും. ആ കഴിവ് ഉപയോഗപ്പെടുത്തുക, മുന്നോട്ട് വരിക. ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ്. ഞാൻ ഇന്ന് ഇങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ വിവയാണ്. അപ്പോൾ വിവ ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യണം. കഷ്ടപ്പെട്ട് ചെയ്താൽ എവിടെ എത്തില്ല. നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ട്രാക്കിലൂടെ പോകാൻ ഇറ്റ്സ് വെരി ഈസി. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ട് തോന്നും. ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ടീമിനോട് പറയാറുണ്ട്, വിജയം എന്നുള്ളത് യാദൃശികമല്ല, അത് കഠിന അധ്വാനവും നിരന്തരമായ പ്രയത്നവും അറിവും ത്യാഗവും ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ്. ഇൻഡസ് വിവ ഞാൻ നെഞ്ചിലേറ്റ് ചെയ്തത് കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് സക്സസ് ആയിട്ട് സംസാരിക്കുന്നത് എന്ന് ഞാൻ എൻ്റെ ടീമിനോട് പറയാറുണ്ട്. സൃഷ്ടാവിൻ്റെ മുന്നിൽ കൈ നീട്ടിയാലും സൃഷ്ടികളുടെ മുന്നിൽ കൈ നീട്ടാനുള്ള ഒരു അവസരം വരുത്തരുത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, ജീവിതമാണ്, പരീക്ഷിക്കപ്പെടും, പരാജയപ്പെടും, പരിഹസിക്കപ്പെടും, പിന്തള്ളപ്പെടും. മനുഷ്യനാണ്, മറികടക്കണം, വിജയിക്കണം, കുതിച്ചുയരണം, നേരിടണം. ഇന്ത്യ മഹാരാജ്യം വളരുകയാണ്, ഇൻഡസ് വിവയും വളരുകയാണ്. സോ ഇഫ് യു വാണ്ട് ചേഞ്ച് യുവർ ലൈഫ്, then do it very fast and think about Indus Viva. If you want make more money in a week, then do it very fast and quickly. Wish you all the best. Jai Hind, Jai Viva. Thank you.